പഴയ PSC പാറ്റേണിനെ ഉപേക്ഷിച്ച് പുതിയ പാറ്റേണിൽ പഠിക്കാൻ റെഡി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന വീഡിയോ ആയിരിക്കും ഇത്. LGS എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കും. ബിക്കോസ് ആ പരീക്ഷയിൽ നിങ്ങളെ ടോപ്പ് റാങ്ക് അടുപ്പിക്കുന്ന പുതിയ പാറ്റേണിൽ ഉപയോഗിക്കേണ്ട തന്ത്രങ്ങൾ, ടെക്നിക്സ് ഞാൻ ഈ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞുതരാം. ഈ ടെക്നിക്സ് നിങ്ങൾക്ക് നിങ്ങളുടെ പരീക്ഷയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ LGS എന്ന് പറയുന്ന സ്വപ്നം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കാൻ 100% ഉറപ്പാണ്. ബിക്കോസ് പുതിയ സിസ്റ്റത്തിൽ, പുതിയ ശൈലിയിൽ PSCയിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് സിവിൽ സർവീസസിൽ ഉപയോഗിക്കുന്ന ടെക്നിക്സ് ആണ്. അത് കേൾക്കുമ്പോൾ ഡിഫിക്കൽട്ട് ആണെന്ന് നിങ്ങൾ വിചാരിക്കും, പക്ഷെ ഏറ്റവും എളുപ്പമാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനുള്ള മനസാക്ഷി അല്ലെങ്കിൽ ഒരു ക്ഷമ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിന്റെ പൊരുൾ മനസ്സിലാവും. എഗെയിൻ LGSന് എനിക്ക് പെയ്ഡ് ബാച്ച് ഇല്ല. യൂട്യൂബിൽ കൂടെയുള്ള ഇത്തരം സ്ട്രാറ്റജി വീഡിയോസ് മാത്രമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക ഈ വർഷം എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് കേട്ടോ. ഞങ്ങൾക്ക് 10th +2 ലെവലിൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള എല്ലാ ബാച്ചസും ഉണ്ട്. +2 ലെവൽ യൂണിഫോം പോസ്റ്റിനും 10th ലെവൽ പ്രിലിംസിനും ഒക്കെയുള്ള അഫോർഡബിൾ കോഴ്സസ് ഉണ്ട്. കമന്റ് സെക്ഷനിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് അതിന് ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. ഇന്നത്തെ ക്ലാസ് നോട്ട്സ് ഒക്കെ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനലിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതാണ്. കുറേ ചോദ്യങ്ങളും അഡീഷണൽ ഫാക്റ്റുകളും ഇതിൽ തന്നിട്ടുണ്ട്. ചാനലിന്റെ ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ അനുദീപ് വ്ലോഗ്സ് എന്ന് സെർച്ച് ചെയ്താൽ മതി, നിങ്ങൾക്ക് നേരെ അങ്ങോട്ട് വരാം. അപ്പോൾ എന്താണ് LGS വിജയ രഹസ്യം? കറക്കിക്കുത്താൻ അറിയാന്നുള്ളതാണ്. ഇത് കണ്ണടച്ചുള്ള കറക്കിക്കുത്തല്ല, ശാസ്ത്രീയമായ അടിത്തറയുള്ള ബൗദ്ധികമായ കറക്കിക്കുത്താണ്. ഡിഫിക്കൽട്ട് എന്ന് തോന്നുന്ന ചോദ്യങ്ങളിൽ പലതിലും നമുക്ക് ഈ രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നമുക്ക് മറ്റാർക്കും കിട്ടാത്ത ഒരു മാർക്ക് അത് കിട്ടുമ്പോഴാണല്ലോ നമ്മൾ റാങ്ക് 1 ആവുന്നത്. ഇത് അത്തരത്തിലുള്ള LGS പരീക്ഷയിൽ ചോദിച്ച നല്ല ഒന്നാം തരം ഡിഫിക്കൽട്ട് ചോദ്യമാണ്. പക്ഷെ ഒരു ഉത്തരത്തിലേക്ക് നമുക്ക് എങ്ങനെയാണ് എളുപ്പത്തിൽ എത്താൻ പറ്റുന്നത് ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. കുറച്ച് കട്ടിയാണ്. അടുത്ത ചോദ്യങ്ങൾ ഇതിന് ലളിതമാണ്, ഇത് കുറച്ചും ഈസിയാണ്. പക്ഷെ ഈ ചോദ്യം വെച്ച് തന്നെ നമുക്ക് തുടങ്ങാം. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ ലെവൽ മനസ്സിലാവും. ചോദ്യം എന്താണ്? ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയയിൽ ശരി ഏതെന്ന് കണ്ടെത്തുക. നിശ്വാസം അല്ലേ, നമ്മൾ ശ്വാസം പുറത്തേക്ക് വിടുകയാണ്. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തായാലും ശരിയായി. ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു. സെക്കൻഡ് ഒക്കെ വായിക്കുമ്പോഴത്തേക്കും കൺഫ്യൂസ്ഡ്. ഔരസാശയത്തിന്റെ വ്യാപ്തി, ഔരസാശയത്തിന്റെ വായുമർദ്ദം കൺഫ്യൂസ്ഡ് ആയി. പക്ഷെ ഒരു സ്റ്റേറ്റ്മെന്റിനെ പറ്റി കൃത്യമായ ധാരണ വന്നാൽ നിങ്ങൾ ഒരിക്കലും അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്കല്ല, പിന്നെ ഓപ്ഷനിലേക്ക് വേണം പോകാൻ. അപ്പൊ 1നെ പറ്റി 1 ശരിയാണെന്ന് 100% ഉറപ്പാണ്. അപ്പൊ പിന്നെ അടുത്ത ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റിലേക്കല്ല, ഓപ്ഷനിലേക്ക് പോയേ 1 ഇല്ലാത്ത ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. അപ്പം A, C അല്ലെങ്കിൽ D മാത്രമേ ഒരു ഉത്തരവാവുള്ളൂ. അപ്പൊ അവിടെ ഒരു ക്ലൂ ഉണ്ട്. എന്താ മക്കളെ ക്ലൂ? 1 ശരിയായാൽ മറ്റൊരു സ്റ്റേറ്റ്മെന്റ് കൂടെ മാത്രമേ ശരിയാവത്തുള്ളൂ. ഒന്നുകിൽ 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4. അതിന്റെ അർത്ഥം ഈ 3 സ്റ്റേറ്റ്മെന്റ്സിൽ ഏതോ ഒരെണ്ണം മാത്രമേ ശരിയുള്ളൂ എന്നുള്ളതാണ്. ഇനി ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ, സിമ്പിൾ സംശയമാണ്. ഔരസാശയം, തൊറാസിക് ക്യാവിറ്റി എന്ന് പറയും അല്ലേ, അതിനെ സംബന്ധിച്ചിട്ടാണ് 3 സ്റ്റേറ്റ്മെന്റ്സ്. അപ്പം നിശ്വാസത്തിന് അവിടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെന്നുള്ളവരെ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം എന്റെ കൂടെ ഒന്ന് ഇരുന്നേ, ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ. 3rd, 4th സ്റ്റേറ്റ്മെന്റ് കണ്ടോ? 3rd പറയുന്നു അവിടുത്തെ വായുമർദ്ദം കൂടും, 4th പറഞ്ഞു അവിടുത്തെ വായുമർദ്ദം കുറയും. അപ്പോ അവിടെ ഇതിന് ഇൻഫ്ലുവൻസ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് ശരിയായല്ലേ പറ്റത്തുള്ളൂ. ഒന്നാമത് നമ്മൾ വായു പുറത്തേക്ക് വിടുകയാണ്. അപ്പം ആ സന്ദർഭത്തിൽ ഇതിൽ ഏതെങ്കിലും 3 അല്ലെങ്കിൽ 4 ശരിയായല്ലേ പറ്റത്തുള്ളൂ. അപ്പൊ അതിന് ഉത്തരം ഒന്നുകിൽ 1 and 3 ആയിരിക്കും, അല്ലെങ്കിൽ 1 and 4 ആയിരിക്കും. അതിനർത്ഥം A ഒരിക്കലും വരില്ല, CO DO ആണ് ഇതിന്റെ ഉത്തരം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത്രയും നിങ്ങൾ കിട്ടി. അപ്പൊ ഇവിടെ മറ്റൊരു വലിയൊരു ക്ലൂ നിങ്ങൾ ശ്രദ്ധിച്ചില്ല. എന്താ ശ്രദ്ധിക്കാത്തത്? ഈ രണ്ടിലും അപ്പൊ 2 സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് നമുക്ക് മനസ്സിലായി. രണ്ടിലും സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇല്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നത്? ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് തെറ്റാണെങ്കിൽ അതിന്റെ അർത്ഥം ഔരസാശയത്തിന്റെ വ്യാപ്തി കുറയുന്നു എന്നുള്ളതാണ് ശരിയായ പ്രശ്നമാണെന്നല്ലേ അല്ലേ? അപ്പൊ നമ്മൾ നിശ്വാസ സമയത്ത് ഈ സംഭവത്തിന്റെ വ്യാപ്തി കുറയുകയാണെന്നുള്ള ക്ലൂ ഇവിടെ ഉണ്ട്. അപ്പം വോളിയം, വ്യാപ്തിയും പ്രഷറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താ? ഏറ്റവും ബേസിക് PSC ഫാക്റ്റാ. വായുമർദ്ദം അല്ലെങ്കിൽ മർദ്ദം കൂടുമ്പോൾ വോളിയത്തിന് എന്താ സംഭവിക്കുക? വോളിയം കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലെങ്കിൽ വ്യാപ്തി, വോളിയം കുറയുമ്പോൾ മർദ്ദം കൂടുകയാണോ കുറയുകയാണോ? മർദ്ദം കൂടുകയല്ലേ. പ്രഷറും വോളിയവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനേറ്റ് അല്ലേ. ഒന്ന് കൂടും മറ്റൊന്ന് കുറയുകയല്ല. അപ്പൊ ഇവിടെ കുറയുകയാന്ന് മനസ്സിലായി. അതിനർത്ഥം വായുമർദ്ദം കൂടുകയാണ്. അപ്പൊ ഇതിന്റെ ഉത്തരം C എന്നുള്ള ഉത്തരത്തിലേക്ക് എത്തി.
ഇത് കൃത്യമായ പരിശീലനം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോസ് കൃത്യമായി കാണുന്ന ഒരാൾക്കാണെങ്കിൽ ഈ ഉത്തരത്തിലേക്ക് എത്താൻ 10 സെക്കൻഡ് മതി. പെട്ടെന്ന് കേൾക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ട് തോന്നും. എനിക്കറിയാം ഈ ചോദ്യം കുറച്ച് കട്ടിയാണെന്ന് എനിക്കറിയാം. പക്ഷെ ഈ ചോദ്യത്തെ അതിജീവിക്കാൻ നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ, ഈ ടെക്നിക്ക് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് മാറി പറയും. ഒരു ആവർത്തിയും കൂടെ ഈ ഒരു ടെക്നിക്ക് ഒന്ന് കേൾക്കാം. ഇനി അങ്ങോട്ടുള്ള ചോദ്യങ്ങൾ വളരെ എളുപ്പമാണ്. ഓക്കെ, ഇവിടെ മറ്റു പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയം, വ്യാപ്തി അങ്ങനെ തന്നെ ആയാലോ, വർദ്ധിക്കുന്നുമില്ല കുറയുന്നുമില്ല, വ്യാപ്തി സ്ഥിരമായിട്ടിരിക്കുന്നതാണെങ്കിലോ, അങ്ങനെ ചിലപ്പോൾ ആൾക്കാർക്ക് സംശയം വരുമായിരിക്കും. പക്ഷെ അതിനുള്ള സാധ്യത ഇവിടെ ഉണ്ടോ? ഇവിടെ മർദ്ദം ഒന്നുകിൽ കൂടുകയോ കുറയുകയോ ചെയ്യുന്നുണ്ട്. 100% ഉറപ്പാണ് മർദ്ദം കൂടുകയോ കുറയോ എന്നുള്ളത്. ഒരു ഓപ്ഷൻ അതുണ്ടല്ലോ. അപ്പൊ എന്തായാലും വ്യാപ്തിയിലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചേഞ്ച് വരത്തില്ലേ? അങ്ങനെ മാത്രം ആലോചിച്ചാൽ മതി. നിങ്ങൾക്ക് എന്ത് സംശയം കമന്റ് സെക്ഷനിൽ പറയാം, ഉത്തരം ഞാൻ തരുന്നതായിരിക്കും. ഇതൊക്കെ നമ്മൾ സിവിൽ സർവീസസിൽ ഉപയോഗിക്കുന്ന തന്ത്രങ്ങളാണ്. ഒരു ചോദ്യത്തിന് ഉത്തരം അറിയില്ലെങ്കിലും ചോദ്യത്തിനകത്തുള്ള ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ച് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അതിന് മികച്ച ഉദാഹരണമാണ് അടുത്ത ചോദ്യം. ഈ ചോദ്യം എന്താ? ഇന്ത്യയുമായി കരാതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതാണെന്ന് കണ്ടെത്തുക. ചൈന, നേപ്പാൾ, പാകിസ്ഥാൻ, ഭൂട്ടാൻ. അയ്യോ, നിങ്ങൾ ഈ പറഞ്ഞ പോലെ കൺഫ്യൂസ്ഡ് ആയി. ഒരു ഡൗട്ട് വെച്ചോട്ടെ, ചൈനയും പാകിസ്ഥാനും നമ്മുടെ അയൽ രാജ്യങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ 1ഉം 3ഉം വന്നേ പറ്റത്തുള്ളൂ. അപ്പൊ 1ഉം 3ഉം ഉള്ള ഒരേ ഒരു ഓപ്ഷൻ അത് ഓപ്ഷൻ ഡി ആണ്. ഇതാണ് ഞാൻ പറയുന്നത്. നമുക്ക് കയ്യിലുള്ള കുറച്ച് ഡേറ്റ വെച്ച് പലപ്പോഴും നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ചോദ്യത്തിനകത്തുള്ള എല്ലാത്തിനെയും പറ്റിയും കൃത്യമായ അവബോധം വേണമെന്നില്ല. പക്ഷേ ചില സമയത്ത് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. ഇതാണ് ബൗദ്ധികമായിട്ടുള്ള കറികുത്തുന്നത്. ഈ ചോദ്യത്തെ ഇതെല്ലാം LGS ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പൊ LGSൽ വരുന്ന പ്രസ്താവന മാതൃകയിലുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിൽ റാങ്ക് മേക്കിംഗ് ആവുന്ന മറ്റൊരു ചോദ്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തട്ടെ. പ്രസ്താവന മാതൃകയുള്ള മറ്റൊരു ചോദ്യമാണിത്. കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. കുടുംബശ്രീ എന്ന് പറയുന്നത് വനിതാ ശാക്തീകരണത്തിനാണ് എല്ലാവർക്കും അറിയാം. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ആർക്കും വലിയ സംശയമില്ല. പക്ഷെ ഞാൻ നിങ്ങളുടെ പല വീഡിയോയിലും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ എലിമിനേഷൻ ടെക്നിക്സും സിവിൽ സർവീസസിലെ കാര്യങ്ങളും ഒക്കെ പലരും ഇപ്പം കോപ്പി അടിച്ച് പറയുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഇരുതല മൂർച്ചുള്ള ഒരു വാളാണ്. UPSC ബാക്ക്ഗ്രൗണ്ട് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ കൃത്യമായിട്ട് എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ ഇത് പണി കിട്ടും. അതുകൊണ്ട് നമ്മുടെ ചാനലിലെ വീഡിയോസ് സമഗ്രമായിട്ട് ഫ്രീ വീഡിയോസ് എല്ലാം കണ്ട് നിങ്ങൾ ഈ ടെക്നിക്ക് സ്വയം അക്വയർ ചെയ്യുക. ഇത് ഇരുതല മൂർച്ചുള്ള വാളാണ്. അപ്പം അതുപോലെ ഞാൻ ഇപ്പം പറയുന്ന മറ്റൊരു കാര്യമാണ്, നിങ്ങൾ ഒരിക്കലും ചോദ്യമല്ല വായിക്കേണ്ടത്, ഓപ്ഷൻസ് ആണ് ആദ്യമേ വായിക്കേണ്ടത്. ഓപ്ഷൻസിൽ പല ക്ലൂ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇതൊക്കെ ഇനി ആൾക്കാർ കോപ്പി അടിച്ച് പറയും. ഞാനിത് ഈ പറയുന്നതൊക്കെ ഈ സൗജന്യമായിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന ധാരാളം ചാനൽസ് ഉണ്ട്. അവരെ പറ്റിയൊന്നും അല്ല കേട്ടോ. കോർപ്പറേറ്റുകളാണ്, നിങ്ങൾക്ക് തന്നെ അറിയാം ആരൊക്കെയാണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ചോദ്യം നിങ്ങൾ ജസ്റ്റ് നോക്കാം. ഈ കോർപ്പറേറ്റുകളെ പറ്റി മാത്രമാണ് പറയുന്നത്. മറ്റ് ഓഫ്ലൈൻ സെന്റേഴ്സിനെ പറ്റിയോ അല്ലെങ്കിൽ സൗജന്യമായിട്ട് കുട്ടികൾക്ക് കണ്ടെത്തുന്ന ധാരാളം കമ്മ്യൂണിറ്റീസ് ഉണ്ട് നമ്മളെ പോലെ തന്നെ. അപ്പൊ അവരൊന്നും അല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന കാര്യം ഇവിടെ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, കാര്യം കോപ്പി അടിക്കുമ്പോൾ ഒരു റിസ്ക് ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു ചോദ്യം നോക്കാം. കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തെന്നാണ് ചോദ്യം. പ്രധാന ലക്ഷ്യങ്ങൾ എല്ലാവർക്കും അറിയാം. ഓപ്ഷൻസ് നോക്കുമ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും 2 എണ്ണം മാത്രമേ ശരിയാവുള്ളൂ, അതായത് 2 എണ്ണം തെറ്റാണെന്നാണ്. അപ്പൊ ഓപ്ഷൻസ് ഫസ്റ്റ് വായിക്കുന്ന ഒരാൾക്ക് ആ ഒരു ഐഡിയ കിട്ടും. എന്താണ്? യെസ്, 4 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്, അതിൽ 2 എണ്ണം മാത്രമേ ശരിയാവുള്ളൂ. അപ്പം തേർഡ് സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്ന് എല്ലാവർക്കും അറിയാം, കുടുംബശ്രീ അല്ലെ. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഉള്ള ഓപ്ഷൻ സിയും ബിയും ഡിയും, അത് നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. മറ്റൊരു ക്ലൂ ഉണ്ട്, ഇതിനകത്തിന് ഏതെങ്കിലും ഒരെണ്ണത്തിന് മാത്രമേ ശരിയാവാൻ പറ്റുള്ളൂ. അപ്പൊ ഈ കൂട്ടത്തിൽ ഏറ്റവും ശരിയാവാൻ സാധ്യത ഉള്ളത് ഏതാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ടെക്നിക്കാണ് യൂണിവേഴ്സൽ ഓപ്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ഒരു അംബ്രല്ല ഓപ്ഷൻ. ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് മറ്റുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റിനും ഉൾക്കൊള്ളാൻ തക്ക വ്യാപ്തിയാണ്. ഉദാഹരണത്തിന് ഇതൊന്ന് ആലോചിച്ച് നോക്കിയേ, ശ്രദ്ധിച്ച് ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിന്, ദാരിദ്ര്യ നിർമ്മാർജ്ജനം നടത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികൾക്ക് ആഹാരം കൊടുക്കണം, അതുപോലെ തന്നെ പാവപ്പെട്ടവന് വായ്പാ വിതരണം നൽകണം അല്ലെ. അപ്പൊ ഈ 2 പ്രസ്താവനകളെ ഉൾക്കൊള്ളാൻ തക്ക കപ്പാസിറ്റി ഉള്ള സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത്. പൊതുവെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ശരിയാവും. കാര്യം ഒരു പദ്ധതി തയ്യാറാക്കുമ്പോൾ കുറെ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രധാന ലക്ഷ്യം കാണും. ഇപ്പൊ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ആ ഒരൊറ്റ ലക്ഷ്യത്തിനകത്ത് ഇതും വരും ഇതും വരും. അതിനർത്ഥം അതിന്റെ പൊട്ടൻഷ്യൽ അത്രയും വലുതാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ നിങ്ങൾ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് ഡിസിഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അപ്പൊ ഇതിന് ഉത്തരം ഡി ആണ്. 1 and 3 ആണ് ഇതിന് ഉത്തരം. നമ്മൾ LGS പരീക്ഷയിൽ പോലെ UPSC ടെക്നിക്കൽ ഉപയോഗിക്കുമ്പോൾ ചറപറാന്ന മാർക്ക് നേടാൻ സാധിക്കുന്ന എങ്ങനെ മനസ്സിലായി. ഇപ്പൊ UPSC നിലവാരത്തിലേക്ക് PSC പോയി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. PSC ഡിഫിക്കൽട്ട് ആയി എന്നുള്ള സാധനം അല്ല, PSC കുറെ കൂടെ ലളിതമാവുകയാണ് ചെയ്തത്. സിവിൽ സർവീസിന്റെ പ്രിലിംസിന് ഇത്തരത്തിലുള്ള ലോജിക്കാണ് നമ്മൾ അപ്ലൈ ചെയ്തത്. മെയിൻസ് ഡിഫറെന്റ് ആണ് കേട്ടോ.
മെയിൻസ് കംപ്ലീറ്റ് PSC നിന്ന് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് അവിടുത്തെ മെയിൻസ്. പക്ഷെ പ്രിലിംസിന്റെ ഒരു ടാക്ടിക്സ് ആണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, കറക്കി കുത്താൻ മാത്രം പഠിച്ചാൽ പോരാ, ആഴത്തിലുള്ള അറിവും വേണം. അതിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് മറ്റൊരു 4 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ, ഭയങ്കര ബുദ്ധിമുട്ടാണ് ആൾക്കാർക്ക് തോന്നുന്നു 4 സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് പോയി നോക്കിയാലോ. ചോദ്യം എന്താണ്? വിദ്യാഭ്യാസ അവകാശ നിയമവുമായി ബന്ധപ്പെട്ട താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയേത്? ഇത് വട്ടം ഇട്ട് വയ്ക്കണം. ശരി തെറ്റ് ഇത് വട്ടം ഇട്ട് വയ്ക്കണം, തിരഞ്ഞെടുക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒരുവിധം എല്ലാവർക്കും അറിയാം. ഭരണഘടനയുടെ 21A ആർട്ടിക്കിൾ 21A വിദ്യാഭ്യാസ അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ എന്താ ഞാൻ നിങ്ങളെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്? ഒരു സ്റ്റേറ്റ്മെന്റിനെ പറ്റി കൃത്യമായ ധാരണ, ശരിയാണോ തെറ്റാണോ എന്ന് മനസ്സിലായാൽ അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്കല്ല, നിങ്ങൾ ഓപ്ഷനിലേക്ക് വേണം പോവാൻ. അപ്പൊ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഏതൊക്കെയാ? 1 4 1 2 3 1 2. അപ്പൊ നിങ്ങൾ C എലിമിനേറ്റ് ചെയ്തു അല്ലെ? പ്രസ്താവന 4 മാത്രം എന്നുള്ള സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എലിമിനേറ്റ് ചെയ്തു. ഇനി അടുത്തത് 1 4 1 2 3 1 2. ഓക്കെ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കി, 6 മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതമാക്കി. അതും ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം 1ഉം 2ഉം ശരിയാണ്, 100% ഉറപ്പാണ് 1 2 ശരിയാണെന്നുള്ള കാര്യം. അപ്പൊ 1ഉം 2ഉം ശരിയാണെന്ന് പറയുന്ന 2 ഓപ്ഷനേ ഉള്ളൂ. കണ്ടോ? ബിയും ഡിയും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായി, 4th സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പല ആൾക്കാർക്ക് ഇതിലായിരിക്കും സംശയം. അയ്യോ, ഡേറ്റ് ഓർത്തെടുക്കാൻ പറ്റുന്നില്ലേ എന്നുള്ള നിലവിളിയായിരിക്കും ക്ലാസ്സിൽ അവരുടെ മനസ്സിൽ കൂടെ പോവുക. ഡേറ്റ് ഓർത്തെടുക്കേണ്ടത്, നിങ്ങൾ ടെക്നിക്സ് യൂസ് ചെയ്താൽ പല സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ഇങ്ങനെ എലിമിനേറ്റ് ചെയ്ത് കളയാം. പിന്നെ അടുത്തത് ഒറ്റ ചോദ്യം നമ്മൾ മുമ്പിൽ അവസാനിക്കുന്നുള്ളൂ, മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്നുള്ളത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്നുള്ളത്. ഇത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ പറയുന്നത് എന്താ? കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, അത് മൗലിക അവകാശമാണെന്ന് പറയുന്നത്. മൗലിക അവകാശമാണെന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? അത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്വമാണെന്നല്ലേ. നമുക്ക് കിട്ടേണ്ട അവകാശം എന്ന് വെച്ചാൽ രാഷ്ട്രം നമ്മുടെ അടുത്ത് ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളതല്ലേ. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് കോൺസെപ്റ്റ്ലി നോക്കിയാൽ ശരിയായല്ലേ പറ്റത്തുള്ളൂ. എല്ലാ കുട്ടികളും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്വമാണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയായല്ലേ പറ്റുള്ളൂ. സ്റ്റിൽ നിങ്ങൾക്ക് ആ പ്രസ്താവന, നിങ്ങൾക്ക് ഈ ഇത്തരത്തിലുള്ള കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള പ്രസ്താവനകളിൽ സംശയം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ആന്റിതീസിസ് പ്രിൻസിപ്പിൾ ഉപയോഗിക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രസ്താവനയുടെ നേരെ ഓപ്പോസിറ്റ് പ്രസ്താവന എടുത്ത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിന്റെ ഓപ്പോസിറ്റ് പ്രസ്താവന എന്താ? എല്ലാ കുട്ടികൾക്കും ഗുണമേന്മയുള്ള പ്രാഥമിക വിദ്യാഭ്യാസം നൽകേണ്ടത് രാഷ്ട്രത്തിന്റെ ഉത്തരവാദിത്തമല്ല എന്നുള്ളതാണ് ഇതിന്റെ ഓപ്പോസിറ്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്ക് എന്തോ ഒരു റോങ് അടിക്കുന്നുണ്ട്. കാര്യം മൗലിക അവകാശമാണ് നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. അപ്പൊ അത് എന്തായാലും രാഷ്ട്രത്തിന് ഉത്തരവാദിത്തമായേ പറ്റത്തുള്ളൂ. അപ്പൊ അതാണ് നിങ്ങൾ ഇവിടെ ഉപയോഗിക്കേണ്ടത്. എനിക്കത് കുറച്ച് കട്ടിയാണ് ഞാൻ പറയുന്നത് എനിക്കറിയാം. കുറച്ച് ആൾക്കാർക്ക് മാത്രമായിരിക്കും ഇത് ഉൾക്കൊള്ളാനും സാധിക്കാം. റാങ്ക് ലിസ്റ്റിന്റെ അവസ്ഥ അങ്ങനെയാണല്ലോ. പരീക്ഷയിൽ നിന്ന് എല്ലാവർക്കും റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പറ്റില്ല. പുതിയ പാറ്റേൺ അനുസരിച്ച് പഠിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് എത്താൻ സാധിക്കുക. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയാം അല്ലെ. മാറ്റം പ്രകൃതിയുടെ ഭാഗമാണ്. നമ്മൾ അതനുസരിച്ച് മാറാൻ തയ്യാറായില്ലെങ്കിൽ വംശനാശം, ഡോഡോ പക്ഷിയുടെ അവസ്ഥയായിരിക്കും. പക്ഷെ പുതിയ പാറ്റേൺ ലളിതമാണ്. ഇപ്പൊ എങ്ങനെ പഠിക്കണം, എവിടെ നിന്ന് പഠിക്കണം എന്നൊക്കെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതനുസരിച്ച് അങ്ങ് പഠിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ. സോ ഇതാണ് അതിന് മറ്റൊരു അപ്രോച്ച് എന്ന് പറയുന്നത്. നമുക്ക് മറ്റൊരു ചോദ്യം ഒന്ന് നോക്കിയാലോ. എഗെയിൻ ഞങ്ങളുടെ 10th +2 ലെവൽ ബാച്ച് അതിലേക്ക് വരുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഞങ്ങൾക്ക് പറയാനുള്ള റിക്വസ്റ്റ് ഇതാണ്. ഈ ഒരു പാറ്റേൺ, പുതിയ പാറ്റേണിൽ പഠിക്കാൻ റെഡി ആണെങ്കിൽ മാത്രം അങ്ങോട്ടേക്ക് വരാം. ബിക്കോസ് നിങ്ങൾക്ക് ഡെമോ ക്ലാസ് എത്ര വേണമെങ്കിലും കാണാം. അത്രയ്ക്ക് ഇൻഡെപ്തിലുള്ള ക്ലാസ് ആണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നത്. ഇൻഡെപ്ത് ക്ലാസ്സസ് ആണ്. അതിനോടൊപ്പം തന്നെ ഇത്ര എലിമിനേഷൻ ടെക്നിക്സിനെ ടൈം മാനേജ്മെന്റ് ഒക്കെ ക്ലാസ്സസ് അവിടെ കിട്ടുന്നുണ്ട്. ഈ ഒരു പാറ്റേണിൽ സ്മാർട്ട് വർക്കും ഹാർഡ് വർക്കും കമ്പൈൻ ചെയ്തുകൊണ്ട് പഠിക്കാൻ റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി ഞങ്ങളുടെ ബാച്ചിലേക്ക് വരാവുന്നതാണ്. ഫീസ് മാത്രമേ ചീപ്പായിട്ടുള്ളൂ. ക്ലാസിന്റെ ക്വാളിറ്റി എക്സ്ട്രീംലി ഹൈ ആണ്. ഓക്കെ. ഈ ഒരു ചോദ്യം, നമുക്ക് പല ചോദ്യങ്ങളുടെ ഉത്തരം 4, 5, 6, 8 സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഉള്ള ചോദ്യങ്ങളുടെ ഉത്തരം പോലും 3 സെക്കൻഡ് കണ്ടെത്താൻ സാധിക്കും. ഈ ചോദ്യം നോക്കി, ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആര്യ സമാജം രാജാറാം മോഹൻ റോയ് നമുക്കറിയാം. സാധാരണഗതിയിൽ ബ്രഹ്മസമാജം രാജാറാം മോഹൻ റോയ് നമുക്കറിയാം. പിന്നെ സാധാരണഗതിയിൽ എല്ലാവരും പഴയ പാറ്റേൺ പഠിക്കുന്ന ആൾക്കാർ എന്താ ചെയ്യുക? ആര്യ സമാജം ഏതാ നോക്കും. അങ്ങനല്ല വേണ്ടത്. ഞാൻ നിങ്ങൾക്ക് എന്താ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്? ഒരു സ്റ്റേറ്റ്മെന്റിനെ പറ്റി കൃത്യമായ ധാരണ വന്നാൽ അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് പോകരുത്, ഓപ്ഷനിലേക്ക് പോകണം. ആര്യ സമാജം രാജാറാം മോഹൻ റോയ്. സോ 1 4 ആണ് അല്ലെ. 1 എന്ന് പറയുന്നത് 4 ആണ്. അങ്ങനെയുള്ള ഒരേ ഒരു ഓപ്ഷൻ A ആണ്. ഒറ്റയടിക്ക് ഉത്തരത്തിലേക്ക് എത്തി. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ നിങ്ങൾ 3 സെക്കൻഡ് മാത്രമേ ഉപയോഗിക്കാവൂ. ഇതാണ് പുതിയ പാറ്റേണിന്റെ ബ്യൂട്ടി. നിങ്ങൾ എത്രത്തോളം സ്മാർട്ട് ആണെന്നാണ് നോക്കുന്നത് PSC. ഈ റാങ്ക് ഫയൽ റാങ്ക് ഫയൽ നമുക്ക് വേണം, അത് ഇന്നും ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ റാങ്ക് ഫയൽ മാത്രം വെച്ച് റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിക്കൊണ്ടിരുന്ന കാലഘട്ടം കഴിഞ്ഞു. മാറ്റം ഉൾക്കൊണ്ട് പഠിക്കുക. റാങ്ക് ഫയൽ പഠിക്കുന്നതിനോടൊപ്പം പുതിയ ശൈലിയിലും പഠിക്കുക. അവിടെ കറക്കി കുത്തിയാൽ മാത്രം പോരാ, ആഴത്തിലുള്ള പഠനം നമുക്ക് വേണം.
ഇത് LGS വന്നിട്ടുള്ള ചില അടിപൊളി ചോദ്യങ്ങളാണ്. നമുക്കിന്ന് നോക്കിയാലോ. ചോദ്യം 24 എന്താ? പൂർണ്ണമായും രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന യാതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും മതപരമായ ബോധം നൽകുവാൻ പാടുള്ളതല്ല. ഇത് ഏത് ഭരണഘടന അനുച്ഛേദത്തിലാണെന്ന ചോദ്യം. ഇവിടെ സബ്സെക്ഷൻ സഹിതം കൊടുത്തിട്ടുണ്ട്. ഒരു ഉത്തരം A ആണ്. ഇത് ഡിഗ്രി നിലവാരത്തിലുള്ളൊരു ചോദ്യമാണിത്. നല്ലൊരു ചോദ്യമാണ്. അപ്പോൾ കറക്കി കുത്തിയാൽ നമുക്ക് 10-25 മാർക്ക് എക്സ്ട്രാ കിട്ടും. പക്ഷേ ആഴത്തിലുള്ള അറിവും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനായാലും ഒരു ടോപ്പ് 10 റാങ്കിനുള്ളിൽ എത്താൻ സാധിക്കും. ജോലിയാണ് നമുക്ക് പ്രധാനം, കർമ്മമാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. സോ ഏത് വഴി കൂടെ നമുക്ക് ജോലിയിലേക്ക് എത്തണം, അവിടെ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഉപയോഗിക്കുക. ആഴത്തിൽ പഠിക്കുക, അതിനോടൊപ്പം കറക്കി കുത്തുക. AP+KK ഇതായിരിക്കണം നിങ്ങളുടെ വിജയമന്ത്രം. അതിന് ഉദാഹരണമാണ് ഈ ചോദ്യം. സംസ്ഥാനങ്ങളുടെ കടമെടുപ്പുമായി ബന്ധപ്പെട്ട ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അനുച്ഛേദം ഏത്? ഏതാ ഇതിന് അനുച്ഛേദം എന്ന് പറഞ്ഞേ? ഭരണഘടന അനുച്ഛേദം ഏതാ? അതായത് സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ അനുവാദം വേണം. അത് ഏത് അനുച്ഛേദത്തിലാണ് പറയുന്നത്? ആർട്ടിക്കിൾ 293. കൃത്യമായും പഠിക്കുക. സോ ഇനിയും നമുക്ക് സമയമുണ്ട് കേട്ടോ. ഈ രീതിയിൽ പഠിച്ച് മുന്നേറിക്കൊണ്ടിരുന്നാൽ മതി. നിങ്ങൾക്ക് ഈ ചോദ്യത്തിന്റെ ഉത്തരം കമന്റ് സെക്ഷനിൽ പറയണം. ചോദ്യം എന്താ? താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? അപ്പം നിങ്ങൾ ഓപ്ഷൻസ് ആണ് ആദ്യമേ വായിക്കുന്നത് ഇപ്പം എനിക്ക് മനസ്സിലായി. കാര്യം നിങ്ങൾ പുതിയ പാറ്റേണിൽ പഠിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നിങ്ങൾ ഓപ്ഷൻസ് വിശാലമായിട്ട് നോക്കട്ടെ. 2 സെക്കൻഡ് സ്കാൻ ചെയ്താൽ മതി. അപ്പോൾ ഓപ്ഷൻസ് നോക്കിയപ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലൂ കിട്ടിയെന്താ? 2 സ്റ്റേറ്റ്മെന്റ്സ് മാത്രമേ ശരിയാവുള്ളൂ. 4 സ്റ്റേറ്റ്മെന്റ്സ് 2 മാത്രമേ ശരിയാവുള്ളൂ. ആ ഒരു മുൻവിധിയോട് കൂടിയാണ് നിങ്ങൾ സ്റ്റേറ്റ്മെന്റ്സ് വായിക്കാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താ? വൈറ്റ് കെയിൻ ടോർക്കിംഗ് വാച്ച് ഇവ ഉപയോഗിക്കുന്ന അന്ധരാണെന്നാണ് പറയുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വൈറ്റ് കെയിൻ ടോർക്കിംഗ് വാച്ച് എന്നിവ ഉപയോഗിക്കുന്നതിന് മുടന്തരാണ്. ട്രാക്കേൽ വാച്ച് ബ്രെയിൻലി ലിവി ഇത് ഉപയോഗിക്കുന്ന ബധിരരാണെന്നാണ് പറയുന്നത്. ബ്രെയിൻലി ഉപയോഗിക്കുന്നത് വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെ ദിവ്യാംഗ് എന്നൊക്കെ പറയും. അന്ധരാണെന്നുള്ള എല്ലാവർക്കും അറിയാം. അപ്പൊ ബ്രെയിൻലി ലിവി ബധിരർക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് 100% ഉറപ്പാണ്. അപ്പൊ തേർഡ് സ്റ്റേറ്റ്മെന്റിൽ ഓപ്ഷൻ ഒക്കെ നിങ്ങൾ എലിമിനേറ്റ് ചെയ്ത് ബിയും പോയി സിയും പോയി. അപ്പോൾ ഒരു ക്ലൂ കിട്ടി. A അല്ലെങ്കിൽ D ആയിരിക്കും ഉത്തരം. രണ്ടിലും ഓപ്ഷൻ 1 ഉണ്ട്. ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് A കറക്റ്റാ, അതിനെപ്പറ്റി ഇനി കൺഫ്യൂഷൻ വേണ്ട. ഇനി 2 ആണോ 4 ആണോ കറക്റ്റ് എന്ന് ആലോചിച്ചാൽ മതി. ഇവിടെ നോക്കിയേ, ബ്രെയിൻലി ലിവി ഉപയോഗിക്കുന്നത് അന്ധരാന്നാണ് പറയുന്നത്. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ 4th സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ കറക്റ്റ് എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ആ രീതിയിൽ നമുക്ക് അതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ഇതിന്റെ ഉത്തരം വളരെ പെട്ടെന്ന് ഡിയിലേക്ക് എത്താൻ സാധിച്ചു. സോ LGS നമ്മൾ നേടിയെടുക്കും. അപ്പൊ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ എനിക്കറിയാം ഒരു 1-2 വർഷത്തിനകം PSCയിൽ എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവും, തിരിച്ചറിവ് വരുമെന്ന് എനിക്കറിയാം. പക്ഷെ ഇപ്പോഴും കൂടുതൽ ആൾക്കാർ പഴയ പാറ്റേണിലാണ് പഠിക്കുന്നത്. പുതിയ പാറ്റേണിലേക്ക് വരാനൊരു മടി അവർക്കുണ്ട്. പഴയ പാറ്റേൺ തളച്ചിട്ടിരിക്കുകയാണ്. അവരുടെ മൈൻഡ് ആരും സെറ്റാണ്. നിങ്ങൾ ഏതാ മൈൻഡ് സെറ്റുള്ള ആൾക്കാരാ? ഞാൻ എടുക്കുന്ന എഫേർട്ടിന് ഒരു എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടോ എന്ന് എനിക്കും അറിയണമല്ലോ. നിങ്ങൾ പുതിയ പാറ്റേണിൽ പഠിക്കാൻ റെഡി ആയിട്ടുള്ള ആളാണോ, അതോ ഇപ്പോഴും പഴയ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുന്ന ആളാണോ, അതോ പുതിയ പാറ്റേണിലേക്ക് ഉൾക്കൊണ്ടിട്ട് അത് പഠിച്ച് തുടങ്ങുന്ന ആളാണോ? കമന്റ് സെക്ഷനിൽ പറയാം. LGS നമുക്ക് നേടിയെടുക്കണം. നിങ്ങളുടെ കമന്റ് സെക്ഷനിലെ റെസ്പോൺസ് അനുസരിച്ചിട്ടായിരിക്കും ഈ ടോപ്പിക്ക് നമ്മൾ ഇനിയുള്ള വീഡിയോസ് ചെയ്യുക. LGS നേടിയെടുക്കുക. അതുകൊണ്ട് കമന്റ് സെക്ഷനിൽ LGS എന്ന് കമന്റ് ചെയ്യുക, നിങ്ങളുടെ ആത്മവിശ്വാസം കാണിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.